നമസ്കാരം, കിളിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തീറ്റപ്പുല്ല് നടുന്ന രീതിയും അതിൻ്റെ വളർച്ചയുമാണ് കാണിക്കുന്നത്. തായ്ലൻഡ് സൂപ്പർ നേപ്പിയർ എന്ന തീറ്റപ്പുല്ലാണ് കൃഷി ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് നിലമൊരുക്കേണ്ടതുണ്ട്. ഏകദേശം ഒരടിയോളമെങ്കിലും മണ്ണ് നന്നായി കിളച്ചൊരുക്കണം. അതിലെന്തെങ്കിലും കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കാം. മണ്ണ് നന്നായി ഒരുക്കിയതിന് ശേഷം തിട്ടുകളായി തിരിക്കണം. ഇതുപോലെ ഓരോ തിട്ടുകളായി തിരിച്ചാണ് തണ്ട് നടുന്നത്, കപ്പ നടുന്നത് പോലെ തന്നെ. (45 ഡിഗ്രി ചെരിവിലാണ് തണ്ട് നടേണ്ടത്. ഇങ്ങനെ നടുന്നത് തണ്ട് ഉണങ്ങിപ്പോവാതിരിക്കാനും വെള്ളം നിന്ന് ചീഞ്ഞു പോവാതിരിക്കാനും സഹായിക്കുന്നു. ഏകദേശം 3 മാസം പ്രായമായ ചെടിയിൽ നിന്നാണ് നമ്മൾ നടാൻ ആവശ്യമായ തണ്ട് മുറിച്ചെടുക്കുന്നത്. 2 മുട്ടുള്ള ഒരു തണ്ടാണ് നടിയിൽ വസ്തുവായി എടുക്കേണ്ടത്. ഇങ്ങനെയുള്ള തണ്ടുകൾ മുറിച്ചും ഇതുകൂടാതെ വേര് പിടിപ്പിച്ച ചിനപ്പുകൾ നട്ടും നമുക്ക് തീറ്റപ്പുല്ല് കൃഷി ചെയ്തെടുക്കാം. നട്ട് കഴിഞ്ഞാൽ നല്ല നന ആവശ്യമായത് കാരണം ജലലഭ്യതയ്ക്കനുസരിച്ച് നടേണ്ട സമയം തീരുമാനിക്കാം. ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും നന്നായി നനച്ചു കൊടുക്കണം. ഇത് ഏകദേശം 20 ദിവസം പ്രായമുള്ള ചെടിയാണ്. നമ്മൾ നട്ട തണ്ടിൽ നിന്ന് കിളിർത്ത് വന്നതാണിത്. ആദ്യം 1-2 തണ്ടുകൾ വരെ മുളച്ചു വരും. പിന്നീട് നമ്മൾ നന്നായി വളവും വെള്ളവും കൊടുത്തു വരുമ്പോൾ 6 മുതൽ 8 തണ്ടുകൾ വരെ ഒരു കമ്പിൽ നിന്ന് നമുക്ക് കിട്ടും. പുല്ലുകൾക്കിടയിൽ മുളച്ചു വരുന്ന കളകൾ അതത് സമയത്ത് പറിച്ച് നീക്കം ചെയ്യണം. പുല്ല് കുറച്ച് ഉയരം വന്നു കഴിഞ്ഞാൽ പിന്നെ നിഴലിൽ അധികം കളകളൊന്നും മുളയ്ക്കില്ല. അതുവരെ നമ്മൾ കളകൾ നീക്കം ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് ഏകദേശം 1 മാസം പ്രായമായ ചെടിയാണ്. ഇപ്പോൾ ഇതിൽ കൂടുതൽ ചെടികൾ മുളച്ചു വന്നത് കാണാം. 90 ദിവസം കഴിഞ്ഞാൽ ആദ്യ വിളവെടുപ്പ് നടത്താം. ഓരോ വിളവെടുപ്പിന് ശേഷവും ആവശ്യത്തിന് വളം ചേർത്തും മണ്ണ് കോതിക്കൊടുത്തും കളകൾ നീക്കം ചെയ്തും പരിപാലിച്ചാൽ നല്ല വിളവ് ലഭിക്കുന്നതാണ്. ഇത് 90 ദിവസം പ്രായമായ ചെടികളാണ്. ആദ്യ വിളവെടുപ്പിന് തയ്യാറായിട്ടുണ്ട്. ഏത് സമയത്തും വിളവെടുക്കുന്ന രീതിയിലാണ് ഞങ്ങളിവിടെ പുല്ല് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ ഒരുപാട് പേര് ഇവിടെ നിന്ന് തണ്ട് വാങ്ങിക്കൊണ്ടുപോകാറുണ്ട്. നിങ്ങൾക്ക് സൂപ്പർ നേപ്പിയറിൻ്റെ തണ്ട് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഇതിനു മുൻപ് ഞാൻ 2 വീഡിയോകൾ കൂടി ചെയ്തിട്ടുണ്ട് സൂപ്പർ നേപ്പിയർ പുല്ലിനെ കുറിച്ച്. കാണാത്തവരാണെങ്കിൽ മറക്കാതെ കണ്ടു നോക്കണം. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.